നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. സെക്കൻഡറി മാർക്കറ്റ് വളരെ വേഗത്തിൽ കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. സെൻസെക്സും മറ്റും റെക്കോർഡ് ഉയരത്തിലെത്തുന്ന വാർത്തകളാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ പ്രൈമറി മാർക്കറ്റും അതിനോടൊപ്പം തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ മാസം തന്നെ എത്ര IPOകളാണ് വരുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങളുമായിട്ട് എനിക്ക് പങ്കുവെക്കാനുള്ളത് യാത്ര ഓൺലൈൻ ലിമിറ്റഡ് എന്നൊരു കമ്പനിയുടെ IPO വിശേഷമാണ്. ഇതൊരു ട്രാവൽ ടെക് സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് ട്രാവൽ സർവീസ് പ്രൊവൈഡറാണ് യാത്ര ഓൺലൈൻ എന്ന് പറയാം. ഈ കമ്പനിയെ 775 കോടി രൂപയാണ് മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. അതിൽ 602 കോടി രൂപയ്ക്കുള്ളതും ഫ്രഷ് ഓഹരികളാണ്. 173 കോടി രൂപയ്ക്കുള്ളത് മാത്രമാണ് ഓഫർ ഫോർ സെയിൽ. സെപ്റ്റംബർ 15 മുതൽ 20 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. നമുക്കിനി ഈ കമ്പനിയുടെ ഇഷ്യൂ വിശേഷങ്ങളിലേക്ക് ഒന്ന് കിടക്കാം. യാത്ര ഓൺലൈൻ ലിമിറ്റഡ് ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് ട്രാവൽ സർവീസ് പ്രൊവൈഡറാണെന്ന് നമ്മൾ പറഞ്ഞു. 2005 ഈ കമ്പനി രൂപം കൊള്ളുന്നത്. നാമമാത്രമായിട്ടാണെങ്കിലും റിലയൻസ് ഗ്രൂപ്പിലെ നെറ്റ്വർക്ക് 18നും റിലയൻസ് റീറ്റെയിലിനും ഒക്കെ ചെറിയ ഒരു ഓഹരി പങ്കാളിത്തം ഈ കമ്പനിയിലുണ്ട് എന്ന് പറയുമ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാവുന്നത്. ഇതൊരു യാത്രികനെ സംബന്ധിച്ചിടത്തോളം A to Z സൗകര്യങ്ങളാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവരുടെ യാത്ര.com എന്നുള്ള ആ ഒരു ഫെസിലിറ്റി വഴി നമുക്ക് യാത്രയുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ, പ്രൈസിങ്, അവൈലബിലിറ്റി, ബുക്കിംഗ് സൗകര്യങ്ങൾ, അത് വണ്ടികൾ, ക്യാബ് മുതൽ എയർപ്ലെയിൻ വരെയുള്ള എല്ലാ യാത്രാ സൗകര്യങ്ങളുടെയും അവൈലബിലിറ്റിയും പ്രൈസിങ്ങും ബുക്കിങ്ങും എല്ലാം തന്നെ നടക്കും. അതുപോലെ തന്നെ ഹോട്ടൽസിൻ്റെ കാര്യത്തിൽ ഹോട്ടൽ ബുക്കിങ്ങും ഹോം സ്റ്റേ ബുക്കിംഗ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും അതുവഴി ചെയ്യാനായിട്ട് സാധിക്കും. യാത്ര.com എന്നാണ് അവരുടെ ആ പ്ലാറ്റ്ഫോമിൻ്റെ പേര്. പിന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അത് കൂടാതെ മറ്റു തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളിലും ഇത് ലഭ്യമാണ്. 1,05,600 ഹോട്ടലുകളുമായിട്ടാണ് ഇന്ത്യയിൽ കമ്പനി ബന്ധപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല ഏകദേശം 1,500 നഗരങ്ങളിൽ കമ്പനിയുടെ സേവനം ലഭ്യമാണ് ഇന്ത്യയിൽ. അതുപോലെ ഇൻ്റർനാഷണലി നോക്കുകയാണെങ്കിൽ ഏകദേശം 2 ദശലക്ഷം ഹോട്ടലുകളിൽ ഇവരുടെ സേവനം ലഭ്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ വളരെ വലിയ ഒരു സംവിധാനമാണ് യാത്ര ഓൺലൈൻ എന്ന ഈ കമ്പനി ഒരുക്കിയിട്ടുള്ളത്. പ്രധാനമായിട്ടും വിദ്യാസമ്പന്നരായിട്ടുള്ള നഗരപ്രദേശങ്ങളിലെ ഫ്രീക്വൻ്റ് ആയിട്ട് യാത്ര ചെയ്യുന്ന, അതായത് കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ തയ്യാറുള്ള കസ്റ്റമേഴ്സിനെയാണ് യാത്ര ഓൺലൈൻ ലക്ഷ്യമിടുന്നത്. ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 813 കോർപ്പറേറ്റ് ക്ലയൻസും ഏകദേശം 50,000-ഓളം SME ക്ലയൻസും കമ്പനിക്കുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ 3ാമത്തെ കൺസ്യൂമർ ഓൺലൈൻ ട്രാവൽ കമ്പനിയാണ് ഈ യാത്ര ഓൺലൈൻ എന്ന് പറയുന്നത്. ഇവർക്ക് അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രോസ് ബുക്കിംഗ് റവന്യൂവിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഈ ഹോട്ടൽ ബുക്കിങ്ങുകളുടെ അക്കോമഡേഷൻ ടൈഅപ്പുകളുടെ കാര്യത്തിലും ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ 3ാമത്തെ ഓൺലൈൻ ട്രാവൽ കമ്പനിയാണിത്. ഇനി കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ആരാന്ന് നോക്കാം. THCL ട്രാവൽ ഹോൾഡിംഗ് സൈപ്രസ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഏറ്റവും കൂടുതൽ ഓഹരികൾ കൈയാളുന്നത്. അവരുടെ കൈവശം 88.91% ഓഹരികളുണ്ട്. അതുകൂടാതെ ഏഷ്യ കൺസോളിഡേറ്റഡ് DMC Pte ലിമിറ്റഡ് എന്നുള്ള കമ്പനിയുടെ കയ്യിൽ 9.68% ഓഹരിയും അവരുടെ കൈവശമുണ്ട്. അപ്പോൾ ഈ 2 പ്രൊമോട്ടേഴ്സിൻ്റെ കൈവശമാണ് 98.59% ഓഹരികളും ഇഷ്യൂവിന് തൊട്ട് മുമ്പ്. ഇനി നമുക്കറിയേണ്ടത് 173 കോടി രൂപയുടെ ഓഫർ ഫോർ സെയിൽ ഉണ്ട്. അത് വിൽക്കുന്നത് ആരാണ് ഈ ഓഫർ ഫോർ സെയിലായിട്ടെന്ന് ചോദിച്ചാൽ അതിലെ പ്രധാന പ്രൊമോട്ടറായിട്ടുള്ള THCL ട്രാവൽ ഹോൾഡിംഗ്. അവർ ഒരു 1.75 മില്യൺ ഓഹരികൾ അവർ വിറ്റഴിക്കുന്നുണ്ട്. അതുകൂടാതെ ഇപ്പോഴത്തെ ഓഹരി ഉടമകളായിട്ടുള്ള പണ്ടാര ട്രസ്റ്റ്, അവരുടെ ഒരു ട്രസ്റ്റി ആയിട്ടുള്ള വിസ്ത്ര ITCL ഇന്ത്യ എന്നുള്ള അവർ വഴിയാണ് അവർ വിറ്റഴിക്കുന്നത്. 4.31 ലക്ഷം ഓഹരികളാണ് പണ്ടാര ട്രസ്റ്റ് വിൽക്കുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് 173 കോടി രൂപയ്ക്കുള്ള ഈ ഓഫർ ഫോർ സെയിൽ എന്ന് പറയുന്നത്. ഫ്രഷ് ഓഹരികളുടെ വിൽപ്പന വഴി ലഭിക്കുന്ന 602 കോടി രൂപ അവർ വിനിയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെൻറ്റിനാണ്. അതായത് അക്വിസിഷൻസിന്
പുതിയ കമ്പനികൾ അല്ലെങ്കിൽ പുതിയ ബിസിനസ് ഏറ്റെടുക്കുക, മറ്റ് പുതിയ സ്ഥലങ്ങളിലേക്ക് ബിസിനസ് വ്യാപിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 150 കോടി രൂപ അവർ വിനിയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ഒരു 392 കോടി രൂപ അവരുടെ കസ്റ്റമർ അക്വിസിഷൻസിന് വേണ്ടിയിട്ട് പരസ്യങ്ങൾക്കും മറ്റ് പുതിയ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ അവരുടെ സെയിൽസ് കൂട്ടുന്നതിനുമൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണ് 392 കോടി രൂപ ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ള പണം ജനറലായിട്ടുള്ള കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. കോവിഡ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തത് ടൂറിസം ഇൻഡസ്ട്രിയാണെന്നറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫിനാൻഷ്യൽ കണക്കുകൾ ഒട്ടും തന്നെ അട്രാക്റ്റീവ് അല്ല. 2021, 22, 23 കാലഘട്ടങ്ങളിലെ കണക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ 2023 380.16 കോടിയുടെ ലാഭം കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ അറ്റാദായം നോക്കൂ, 2021 നെഗറ്റീവാണ്, അതായത് നഷ്ടമാണ്. 118.66 കോടി രൂപയുടെ നഷ്ടമാണ് കമ്പനിക്ക് ഉണ്ടായിരുന്നത്. അത് അടുത്ത വർഷമായപ്പോഴത്തേക്കും വളരെയധികം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. 30.82 കോടി രൂപയുടെ നഷ്ടം മാത്രമേ ഉള്ളൂ. എങ്കിൽ അടുത്ത വർഷം അത് കവർ ചെയ്ത് വന്നു, ലാഭത്തിലേക്ക് വന്നിട്ടുണ്ട്. 2023 6.59 കോടി രൂപയുടെ ലാഭം കാണിക്കുന്നുണ്ട്. അത് തന്നെ മാർജിൻ പെർസെൻറ്റേജിലും അതേ ഗതി തന്നെയാണ് കമ്പനിയുടെ കാണിക്കുന്നത്. ഇനി യാത്ര ഓൺലൈൻ്റെ കീ പെർഫോമിംഗ് ഇൻഡിക്കേറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ EPS 0.69 ആണ്. P റേഷ്യോ 195.65, 205.80. അതുപോലെ റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 4.5%, NAV 15.04. ഇനി ഇതിൻ്റെ പിയർ കമ്പനികളെ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും കാണുന്നത് ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. അതിൻ്റെ EPS 0.77 ആണ്. നമ്മളിവിടെ കണ്ടു 0.69 എന്ന്. ഇനി ഇതിൻ്റെ NAV നോക്കുകയാണെങ്കിൽ യാത്രയുടെ 15.04 ആണ്. ഇവിടെ ഈസി ട്രിപ്പിൻ്റെ 2.13 എന്നും കാണുന്നുണ്ട്. ഇനി നമുക്ക് കമ്പനിയുടെ ഇഷ്യൂവിൻ്റെ രജിസ്ട്രാർ നോക്കാം. ലിങ്കിൻ ടൈം ഇന്ത്യയാണ്. അതുപോലെ ലീഡ് മാനേജേഴ്സ് SBI ക്യാപിറ്റൽ, ഡാം ക്യാപിറ്റൽ, IIFL സെക്യൂരിറ്റീസ് എന്നിങ്ങനെ 3 കമ്പനികളുമാണ്. ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് ഈ കമ്പനിക്ക് 1086 എംപ്ലോയീസ് ആണ് പേറോളിലുള്ളത്. അതിൽ തന്നെ പക്ഷേ എല്ലാ വർഷവും നല്ല കൊഴിഞ്ഞുപോക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതായത് 2021 58.92% എംപ്ലോയീസ് കൊഴിഞ്ഞു പോയപ്പോൾ അടുത്ത വർഷം 48.37%. അതൊക്കെ കോവിഡ് കാലമാണ്. പിന്നെ 2023 നോക്കുകയാണെങ്കിൽ 60.92% എംപ്ലോയീസും കൊഴിഞ്ഞു പോകുന്നുണ്ട്. അതായത് അവിടെ വന്ന് പുതിയ ആൾക്കാരെ എടുക്കേണ്ടതായിട്ട് വരികയാണ്. പിന്നെ ഈ ബിസിനസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്വാർട്ടർ ടു ക്വാർട്ടർ സീസണലാണല്ലോ ബിസിനസ്. അതുകൊണ്ട് തന്നെ ക്വാർട്ടർ ടു ക്വാർട്ടർ ബിസിനസ്സിൽ നല്ല വേരിയേഷനും വരുന്ന ഒരു ഫീൽഡാണ് ഈ ടൂറിസം എന്ന് പറയുന്നത്. അതൊക്കെ ഈ കമ്പനിയുടെ കാര്യത്തിൽ നമ്മൾ എടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി ഇഷ്യൂ ഒറ്റനോട്ടത്തിലൊന്ന് പരിശോധിക്കുക. സെപ്റ്റംബർ 15 മുതൽ 20 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. 135 രൂപ മുതൽ 142 രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ്. 602 കോടി രൂപയ്ക്കുള്ളതാണ് ഫ്രഷ് ഓഹരികൾ, 173 കോടി രൂപയ്ക്കുള്ള ഓഫർ ഫോർ സെയിൽ ഉണ്ട്. അങ്ങനെ ടോട്ടൽ 775 കോടി രൂപയുടേതാണ് ഇഷ്യൂ സൈസ് എന്ന് പറയുന്നത്. ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ 105 ഓഹരികളാണ്. അങ്ങനെ 13 ലോട്ട് വരെ റീറ്റെയിലേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. 1 രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ. 10% മാത്രമാണ് റീറ്റെയിലേഴ്സിന് അനുവദിക്കുന്നത്. 75% ഇൻസ്റ്റിറ്റ്യൂഷൻസിന്, 15% HNIസിനുമാണ് കൊടുക്കുന്നത്. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണിത്. ഇതിൻ്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 11.45 കോടി രൂപയായിരുന്നു. ഇപ്പോഴെങ്കിൽ അത് 15.69 കോടി രൂപയായിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ ഇഷ്യൂ കഴിയുമ്പോൾ ഇതിൻ്റെ ഏറ്റവും കൂടിയ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപ്പ് 2228.21 കോടി രൂപയായിട്ട് മാറുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഡേറ്റുകളിലേക്ക് നോക്കാം. അലോട്ട്മെൻറ്റ് സെപ്റ്റംബർ 25, റീഫണ്ട് 26, ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് 27 വരുന്ന ഈ ഓഹരി ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് സെപ്റ്റംബർ 29 ഇനി ഇത് വാങ്ങണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അതിൽ പറയാനുള്ളത് ഇതിൻ്റെ പെർഫോമൻസ് വളരെ നമുക്ക് അത്ര അട്രാക്റ്റീവായിട്ട് തോന്നുന്നില്ല ഫിനാൻഷ്യൽ സൈഡ് നോക്കിയിട്ട്. പിന്നെ വലിയ അട്രീഷൻ ലെവലുള്ള ഒരു ഇൻഡസ്ട്രിയാണിത്. അതായത് തൊഴിലാളികളുടെ കൊഴിഞ്ഞുപോക്ക്, പുതിയ ആൾക്കാർ വരുന്നു, പിന്നീട് വീണ്ടും ഇത് മാറിക്കൊണ്ടിരിക്കുന്നു. പിന്നെ സീസണലായൊരു ബിസിനസ്സാണ്. എപ്പോഴും ഇതിൻ്റെ ഒരു സ്ഥിരത നമുക്ക് പറയാനാവില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും ഓഹരികളുടെ IPOകൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇത്തരത്തിലുള്ളൊരു കമ്പനിയെ നമുക്ക് അവോയ്ഡ് ചെയ്തതാണ് നല്ലത് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം.
യാത്ര ഓൺലൈൻ ലിമിറ്റഡ് എന്ന IPOയുടെ വിശേഷങ്ങൾ കേട്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ എല്ലാ രീതിയിലും വീഡിയോയെ സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത്. മറ്റൊരു IPO വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.